ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഉഴുന്നുവട ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. ഈ കപ്പിന് 1/4 കപ്പ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ 4 മണിക്കൂറിനടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് ഞാനൊന്ന് കല്ലി വെച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാമേ. നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇത് ഞാനിപ്പോൾ ഉഴുന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതൊന്നുകൂടെ ഒന്ന് അരയാനുണ്ട്. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. നിങ്ങൾക്ക് ഉഴുന്ന് കഴുകി ഞാൻ സ്ട്രെയിനറിൽ വാരി വെച്ചതാണ്, അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി. അത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാമേ. കുരുമുളക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം നിങ്ങളുടെ അടുത്ത് കുരുമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഉഴുന്നുവടയ്ക്കകത്ത് കുരുമുളക് കാണുമല്ലോ. ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇതിപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കയ്യിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാൻ. ഇതിങ്ങനെ കൈ വെള്ളയിലോട്ട് വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇടയ്ക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല. ഇതിൻ്റെ 2 സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാവേ. ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കാമേ. നല്ല ക്രിസ്പിയാണ് ഇത്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.